ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ തേർഡ് പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് മാർക്കറ്റ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റ്, വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ് എന്നുള്ള ടോപ്പിക്സാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് യു മീൻ ബൈ മാർക്കറ്റിംഗ്, മാർക്കറ്റിങ്ങിനെ ഏതൊക്കെ രീതിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ വാട്ട് ആർ ദ നാച്ചർ ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് യു മീൻ ബൈ മാർക്കറ്റിംഗ്? Marketing is the economic process by which goods and services are exchanged between the producers and the consumers and their value determined in terms of money price. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് പ്രോസസ്സാണ്. അവിടെ ഗുഡ്സുകളെയും സർവീസുകളെയും എക്സ്ചേഞ്ച് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും മാനുഫാക്ചേഴ്സുമാണ്. ഇവിടെ മാർക്കറ്റിങ്ങിൽ വരുന്ന ഒരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് എക്സ്ചേഞ്ച് പ്രോസസ്സിലൂടെയാണ് നമ്മൾ അതിൻ്റെ വാല്യൂസ് ഫിക്സ് ചെയ്യുന്നത്, അഥവാ അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഒരു എക്സ്ചേഞ്ചിങ് പ്രോസസ്സിലൂടെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് പ്രോസസ്സാണ്. ഗുഡ്സുകളെയും സർവീസുകളെയും എക്സ്ചേഞ്ച് ചെയ്യുന്നത് കൺസ്യൂമറും അതുപോലെ തന്നെ മാനുഫാക്ചേഴ്സും പ്രൊഡ്യൂസേഴ്സുമാണ്. പിന്നെന്താ പറയുന്നത്, പ്രോഡക്ട്സുകളുടെയും സർവീസുകളുടെയും ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സ് കൂടിയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ മാർക്കറ്റിങ്ങിൽ വരുന്ന പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സിലൂടെ ആയിരിക്കും ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. Ennis 1974 defined marketing as marketing encompasses exchange activities conducted by individuals and organizations for the purpose of satisfying human wants. ഇവിടെ എനിസ് എന്ന വ്യക്തി 1974 എങ്ങനെയാണ് മാർക്കറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഹ്യൂമൻ വാൻസ് അഥവാ ഹ്യൂമൻ വാൻസ് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഇൻഡിവിജ്വൽസും ഓർഗനൈസേഷൻസും കണ്ടക്ട് ചെയ്യുന്ന എക്സ്ചേഞ്ചിങ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒന്നും കൂടിയും പറയാം, ഹ്യൂമൻ വാൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഇൻഡിവിജ്വൽസും ഓർഗനൈസേഷൻസും കണ്ടക്ട് ചെയ്യുന്ന മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മാർക്കറ്റിങ്ങിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ. എക്സാമിനേഷന് എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് 2 മാർക്കിന്. അപ്പോൾ ഡിഫൈൻ മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതി വെക്കണം? എനിസ് ഈ 1974 ഡെഫിനിഷൻ എഴുതി വെക്കണം. വാട്ട് യു മീൻ ബൈ മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചാൽ എന്താണ് എഴുതി വെക്കുന്നത്? മാർക്കറ്റിംഗ് ഈസ് ദ എക്കണോമിക് പ്രോസസ്സ് എന്നുള്ള ആ ഡെഫിനിഷനും കൂടി എഴുതി വെക്കണം. അപ്പോൾ ഇതെന്തായാലും കമ്പൽസറി ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, ഈ മാർക്കറ്റിങ്ങിനെ ഡിഫറെൻറ്റ് രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിൽ 3 രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഒന്നാമത്തത് പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ, രണ്ടാമത് കൺസ്യൂമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ, മൂന്നാമത്തത് വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. പ്രോഡക്റ്റ് ഓറിയൻറ്റഡ്, കസ്റ്റമർ ഓറിയൻറ്റഡ്, വാല്യൂ ഓറിയൻറ്റഡ്. ഫസ്റ്റ് വൺ, പ്രോഡക്റ്റ് ഓറിയൻറ്റഡ്. മാർക്കറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദ conception, pricing, promotion and distribution of ideas, goods and services to create exchange that satisfy individual and organizational goals. പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മാർക്കറ്റിങ്ങിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇൻഡിവിജ്വൽസിൻ്റെയും ഓർഗനൈസേഷൻ്റെയും ഗോൾസുകൾ അഥവാ ഒബ്ജക്റ്റീവ്സുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി ഗുഡ്സുകളും സർവീസുകളും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക. ആ എക്സ്ചേഞ്ച് ചെയ്ത ഗുഡ്സ് സെല്ല് ചെയ്യുക, പ്രൈസിങ് ഫിക്സ് ചെയ്യുക, അതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ അഥവാ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്യുക, പിന്നീട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇൻഡിവിജ്വൽസിൻ്റെയും ഓർഗനൈസേഷൻ്റെയും ഒബ്ജക്റ്റീവ്സ്, ആ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗുഡ്സുകളും സർവീസുകളും എക്സ്ചേഞ്ച് ചെയ്യുക. ആ എക്സ്ചേഞ്ച് ചെയ്ത ഗുഡ്സുകളുടെ പ്രൈസിങ് ഫിക്സ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസുകളും
ഒരു ആക്ടിവിറ്റീസുകളും ഒരു പ്ലാനായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും അത് പിന്നീട് എക്സിക്യൂട്ട് ചെയ്യുകയും അത്തരത്തിലുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷനാണ് കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. എങ്ങനെയാണ് കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ മാർക്കറ്റിംഗിന് അണ്ടറിൽ വരുന്നത്? അക്കോർഡിംഗ് ടു ബ്രിട്ടീഷ് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർക്കറ്റിംഗ്, marketing is the management process responsible for identifying, anticipating and satisfying consumers' requirements profitably. ഇവിടെ ബ്രിട്ടീഷ് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് എങ്ങനെയാണ് മാർക്കറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് പ്രോസസ് ആണ് അല്ലേ. ഇവിടെ കൺസ്യൂമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് പ്രോഫിറ്റബിലിറ്റി ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് മാർക്കറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കൺസ്യൂമേഴ്സിൻ്റെ അഥവാ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സും പ്രോഫിറ്റബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഈസ് ദി ഹ്യൂമൻ ആക്ടിവിറ്റി ഡയറക്റ്റഡ് ആൻഡ് സാറ്റിസ്ഫൈങ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ത്രൂ ആൻഡ് എക്സ്ചേഞ്ച് പ്രോസസ്. ഫിലിപ്പ് കോട്ട്ലറാണ് ആ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഫിലിപ്പ് കോട്ട്ലർ കേട്ടോ മാർക്കറ്റിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫിലിപ്പ് കോട്ട്ലറാണ്. അപ്പോൾ അത് മറക്കാതെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്ചേഞ്ചിങ് പ്രോസസ്സിലൂടെ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് അഥവാ കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യങ്ങൾ, വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഹ്യൂമൻ ആക്ടിവിറ്റീനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഫിലിപ്പ് കോട്ട്ലർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സിലൂടെ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും അതുപോലെ തന്നെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഹ്യൂമൻ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് കൺസിസ്റ്റ് ഓഫ് ഓൾ ആക്ടിവിറ്റീസ് ബൈ വിച്ച് എ കമ്പനി അഡാപ്റ്റ്സ് ഇറ്റ്സെൽഫ് ടു ഇറ്റ്സ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റീവ്ലി ആൻഡ് പ്രോഫിറ്റബിളി. റേ കോറെ എന്ന വ്യക്തി എങ്ങനെയാണ് മാർക്കറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അത് വാല്യൂ ബേസ്ഡ് ആയിട്ടാണ് ഇവിടെ മാർക്കറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അതിൻ്റെ എൻവയോൺമെൻറ്റൽ ക്രിയേറ്റീവായിട്ടും അതുപോലെ പ്രോഫിറ്റബിളി ആയിട്ടും നടപ്പിലാക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിങ്ങിനെ വിശേഷിപ്പിക്കുന്നത്? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അതിൻ്റെ എൻവയോൺമെൻറ്റൽ ക്രിയേറ്റീവായിട്ടും അതുപോലെ പ്രോഫിറ്റബിൾ ആയിട്ടും കണ്ടക്ട് ചെയ്യുന്നത് നടപ്പിലാക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും മാർക്കറ്റിംഗ് ആണ്. എല്ലാ ആക്ടിവിറ്റീസിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. എൻവയോൺമെൻറ്റിൽ ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലെ അല്ലെങ്കിൽ ഒരു ഫേമിലെ എൻവയോൺമെൻറ്റിൽ ക്രിയേറ്റീവായിട്ടും അതുപോലെ തന്നെ പ്രോഫിറ്റബിളി ആയിട്ടും നടപ്പിലാക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആര് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? റേ കോറെ എന്നുള്ള വ്യക്തി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് നാച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർക്കറ്റിംഗ്, അഥവാ എന്തൊക്കെ സവിശേഷതകളെയാണ് മാർക്കറ്റിങ്ങിനുള്ളത്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് മാർക്കറ്റിങ്ങിനുള്ളത്. അപ്പോൾ നാച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ്. ദെൻ അതിൽ ഫസ്റ്റ് പോയിൻ്റ് ആണ് മാർക്കറ്റിംഗ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോണ്ടിങ് ടു കസ്റ്റമർ വാണ്ട്സ്. മാർക്കറ്റിംഗ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോണ്ടിങ് ടു കസ്റ്റമർ വാണ്ട്സ്. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? മാർക്കറ്റിംഗ് എന്നാൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ അത് മനസ്സിലാക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുക എന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് മാർക്കറ്റിംഗ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ്. മാർക്കറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഡീൽസ് വിത്ത് പ്രോഡക്ട്സ്, ഡിസ്ട്രിബ്യൂഷൻസ്, പ്രൊമോഷൻ ആൻഡ് പ്രൈസിങ്. ഈ പറയുന്ന പ്രോഡക്റ്റ്, ഡിസ്ട്രിബ്യൂഷന്, പ്രൊമോഷൻസ്, പ്രൈസിങ് എന്നിവയുമായിട്ട് മാർക്കറ്റിംഗ് കൂടുതലായിട്ട് ഇടപാടുകൾ നടത്തുന്നുണ്ട്, അഥവാ ഡീലിങ്സ് നടത്തുന്നുണ്ട്. മാർക്കറ്റിംഗ് ഈസ് ദ
ക്രിയേഷൻ ഓർ യൂട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്ടിലിറ്റികളുടെ ഒരു ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു സൃഷ്ടിയിലെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ മാർക്കറ്റിംഗ് ഫോക്കസ് ഓൺ ഗുഡ്സ്, സർവീസസ് ആൻഡ് ഐഡിയാസ്. മാർക്കറ്റിംഗ് ഗുഡ്സുകളെയും സർവീസുകളെയും അതുപോലെ തന്നെ ഐഡിയാസ് അഥവാ കോൺസെപ്റ്റുകളെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് മാർക്കറ്റിംഗ് ഇൻറ്റൻസ് ടു സാറ്റിസ്ഫൈ ആൻഡ് ഡിലൈറ്റ് ദി കസ്റ്റമേഴ്സ്. ഇവിടെ മാർക്കറ്റിങ്ങിനെ കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനും അഥവാ തൃപ്തിപ്പെടുത്താനും അതുപോലെ തന്നെ ഡിലൈറ്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. ഡിലൈറ്റ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ ആനന്ദിപ്പിക്കാനും ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മാർക്കറ്റിംഗ് ഫോക്കസ് ഓൺ ഡെലിവറിങ് വാല്യൂസ് ടു ദ കസ്റ്റമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് വാല്യൂസ് എത്തിക്കുന്നതിൽ മാർക്കറ്റിംഗ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. നെക്സ്റ്റ് മാർക്കറ്റിംഗ് ഈസ് സറൗണ്ടഡ് ബൈ നീഡ്സ്. മാർക്കറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ആവശ്യങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. എന്ന് വെച്ചാൽ ഒരുപാട് നീഡ്സ് ഓഫ് സറൗണ്ടിങ്സ് ആണ് മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് മാർക്കറ്റിംഗ് ഈസ് ബിസിനസ് ആൻഡ് ബിസിനസ് ഈസ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഒരു ബിസിനസ്സാണ്, ബിസിനസ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗുമാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മാർക്കറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച്. മാർക്കറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു എക്സ്ചേഞ്ചിങ് പ്രോസസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന മാർക്കറ്റിംഗ് ഈസ് എ യൂണിവേഴ്സൽ ഫംഗ്ഷൻ. മാർക്കറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു യൂണിവേഴ്സൽ ഫംഗ്ഷനാണ്. അത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. The business as well as non-profit organization like colleges, university, charitable organization, hospitals etc. perform the marketing activities. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഈ യൂണിവേഴ്സൽ ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ബിസിനസ് അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അതുമല്ലെങ്കിൽ കോളേജസ്, യൂണിവേഴ്സിറ്റീസ്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ്, പിന്നെ ഹോസ്പിറ്റൽസുകൾ, പെർഫോമിംഗ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇങ്ങനത്തെ എല്ലാ ഐറ്റംസുകളിലും മാർക്കറ്റിംഗ് ഫോളോ ചെയ്തു പോകുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് മാർക്കറ്റിംഗ് ഈസ് എ സോഷ്യൽ പ്രോസസ്സ്. മാർക്കറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സാമൂഹിക പ്രക്രിയയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാർക്കറ്റിങ്ങിനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് മാർക്കറ്റിംഗ്, അതിൻ്റെ ഡിഫറെൻറ്റ് ഫോമിലുള്ള ഡെഫിനിഷൻസ് ഡിസ്കസ് ചെയ്തു. പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ, വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ ആൻഡ് കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായി എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അത് ഡിഫൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു മൈ ഡിയേഴ്സ്.